പരീക്ഷയും അതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടത് വിദ്യാർത്ഥികളുടെ ആത്മഹത്യ തന്നെയാണ്. ഉയർന്ന മാർക്ക് ലഭിച്ച് ഇത്തവണ നീറ്റ് പരീക്ഷ പാസ്സായവരുടെ മനസ്സ് ഇപ്പോൾ വേദനിക്കുകയാണ്. ഇനി ഒരു പക്ഷേ രണ്ടാമത് പരീക്ഷ നടത്തുമ്പോൾ ഞങ്ങൾക്ക് അതേ മാർക്ക് വാങ്ങാൻ സാധിക്കുമോ എന്ന ടെൻഷനും, ഇത്രയും കഷ്ടപ്പെട്ട് ടെൻഷൻ അടിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടും വീണ്ടും അതേ ടെൻഷൻ ഒന്നുകൂടെ കടന്നു പോകണമെന്നുള്ള പല ചിന്തകളും കാരണമാണ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്ത കൂടിക്കൂടി വരുന്നത്. ഇപ്പോൾ മറ്റൊരു വാർത്തയാണ് തമിഴ്നാട് നിന്ന് പുറത്തു വരുന്നതെന്നായി അറിയാൻ സാധിക്കുന്നു. കോയമ്പത്തൂരാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. നീറ്റ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കവേ തമിഴ്നാട്ടിൽ 19 വയസ്സുകാരി ജീവനൊടുക്കിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അനു കീർത്തന എന്ന വിദ്യാർത്ഥിനിയാണ് മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ തൂങ്ങി മരിച്ചത്. സംഭവത്തെ തുടർന്ന് തമിഴ്നാട്ടിൽ നീറ്റ് പരീക്ഷയ്ക്കെതിരെയും വീണ്ടും പ്രതിഷേധം ശക്തമാവുകയാണ്. അടുത്തിടെ ഉണ്ടായ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ബാധിക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായി വീണ്ടും പരീക്ഷ നടത്താൻ തീരുമാനിച്ചിരുന്നു. ഇതേ തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദമാണ് വിദ്യാർത്ഥിനിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രധാനപ്പെട്ട നിഗമനത്തിൽ തന്നെ അറിയുന്നത്. മുൻപ് 2 തവണ നീറ്റ് പരീക്ഷ എഴുതിയ അനു കീർത്തന 3-ാം തവണ പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നതിനിടയിലാണ് ആത്മഹത്യ. കടുത്ത മാനസിക സമ്മർദ്ദമാണ് അനുകീർത്തനയെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചത്. സംഭവ സ്ഥലത്ത് നിന്ന് ആത്മഹത്യാ കുറിപ്പുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് അറിയിച്ചു. വിദ്യാർത്ഥിയുടെ മരണത്തിന് പിന്നാലെ കോയമ്പത്തൂരിൽ നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. ഭരണകക്ഷിയായ DMK തമിഴ്നാടിനെ നീറ്റ് പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മുൻപ് ആത്മഹത്യ ചെയ്ത ഒരുപാട് കുട്ടികളുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാമുള്ള കുട്ടികളുടെ വാർത്തകൾ ഇങ്ങനെ പുറത്തു വരുന്നുണ്ട്. അപ്പോഴൊക്കെ തന്നെയും അച്ഛനമ്മമാർക്കൊരു ഭയം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഭയക്കുന്നതും ഇക്കാര്യങ്ങളെക്കുറിച്ച് തന്നെ സംസാരിക്കുവാൻ തന്നെയാണ്. എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊരു ഭയമാണ്. കുട്ടികൾ എങ്ങനെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുമെന്നത് തന്നെയാണ് അവരുടെ ഒരു ഭയം. ഇത്തരത്തിലെ കുട്ടികൾ വളരെയധികം തന്നെ ശാന്തസ്വരൂപരാണ്. അവർക്ക് ഇത്രയും അധികം പ്രഷർ താങ്ങാനാകുന്നില്ല. അതുതന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. ആ പ്രഷർ താങ്ങാനാകാതെ വരുമ്പോൾ തന്നെയാണ് അവർ ആത്മഹത്യയിലേക്ക് നീങ്ങുന്നതും. വളരെ കാര്യങ്ങൾ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഇപ്പോൾ ദുഃഖമാണ് ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കാനുള്ളത്. നീറ്റ് പരീക്ഷ വീണ്ടും നടത്തണമോ ഇല്ലയോ എന്നതൊക്കെ തന്നെയും ചോദ്യമായി നിലനിൽക്കെ ഇത്തരത്തിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് താങ്ങാനാകുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത്. ഇപ്പോൾ പലരും ചർച്ച ചെയ്യുന്നൊരു വിഷയവും അതുതന്നെയാണ്. അനുകീർത്തനയ്ക്ക് സംഭവിച്ചതുപോലെ ഒരുപാട് കുട്ടികൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇനി അവർക്ക് നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കുമോ എന്ന ഭയം തന്നെ ആയിരിക്കാം. ഓരോ തവണയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെ ആയിരിക്കാം എന്ന് പറയുന്നു. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന വാർത്തകളല്ല ഇത്, മറിച്ച് അവരെ പ്രക്ഷോഭം ഉണ്ടാകുന്ന വാർത്തകളാണ് നീറ്റുമായി ബന്ധപ്പെട്ട് വരുന്നത്.